നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തിന് സമാപനം. ക്ഷേത്രാങ്കണത്തിൽ പട്ടാര്യ സമുദായക്കാർ വെന്നിക്കൊടി നാട്ടി കുമ്പളങ്ങ ബലിയർപ്പിച്ചു. കർഷകർക്കും പ്രദേശവാസികൾക്കും ആശ്വാസം. പുത്തഞ്ചിറ കരിങ്ങോൾച്ചിറയിൽ സ്ഥിരം ഷട്ടർ സംവിധാനം യാഥാർത്ഥ്യത്തിലേക്ക്. 1,25,00,000 രൂപ പദ്ധതിക്കായി വകയിരുത്തി. മോഷ്ടിച്ച സൈക്കിളുമായി ക്ഷേത്രത്തിൽ മോഷണം നടത്താൻ ശ്രമിച്ചയാൾ റിമാൻഡിൽ. പേരാമ്പ്ര ഉറുമ്പൻകുന്ന് സ്വദേശി ബിബിനെയാണ് ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത്. വാർത്തകൾ വിശദമായി. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ട് ക്ഷേത്രാങ്കണത്തിൽ പട്ടാര്യ സമുദായക്കാർ വെന്നിക്കൊടി നാട്ടി കുമ്പളങ്ങ ബലിയർപ്പിച്ചു. പുലർച്ചെ കിഴക്കേ നടയിലെ പള്ളിമാടത്തിൽ നെറ്റിപ്പട്ടം വിരിച്ച് ഓട്ടുകിണ്ടിയും വാൽക്കണ്ണാടിയും വെച്ച് ദേവിയെ സങ്കല്പിച്ചിരുത്തിയ ശേഷം വരിയരി പായസം നിവേദിച്ചു. പുലർച്ചെ കിഴക്കേ നടയിലെ പള്ളിമാടത്തിൽ നെറ്റിപ്പട്ടം വിരിച്ച് ഓട്ടുകിണ്ടിയും വാൽക്കണ്ണാടിയും വെച്ച് ദേവിയെ സങ്കല്പിച്ചിരുത്തിയ ശേഷം വരിയരി പായസം നിവേദിച്ചു. ദാരിക നിഗ്രഹത്തിനിടയിൽ പരിക്കേറ്റ ദേവി പാലക്കാവേലൻ നിർദ്ദേശിച്ച ചികിത്സയ്ക്ക് ശേഷം ഭക്തർക്ക് ദർശനം നൽകുന്നതാണ് ഈ ചടങ്ങ്. തുടർന്നാണ് മൂത്താശ്ശേരി ചെത്തിമിനിക്കിയ അടയ്ക്കാമരത്തടിയിൽ പട്ടാര്യ സമുദായം വെന്നിക്കൊടി ഉയർത്തിയത്. പിന്നീട് കോഴിക്കല്ലിൽ കുമ്പളങ്ങ മുറിച്ച് ഗുരുതി സമർപ്പിച്ചതോടെ ഭരണി ആഘോഷ ചടങ്ങുകൾ സമാപിച്ചു. പട്ടാരു സമുദായം പ്രസിഡന്റ് പി സജീവ്, സെക്രട്ടറി KP അരുൺ, കമ്മിറ്റി അംഗങ്ങളായ രവി കുണ്ടൂർ, പ്രേമൻ കാട്ടിൽ, രാജൻ പുളിയാമ്പുള്ളിൽ, രതീഷ് മാലക്കാരൻ, രാഹുൽ തെക്കേടത്ത്, ഗീത കുണ്ടൂർ, സ്മിത സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി. ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ കർത്ത, മാനേജർ വിനോദ് എന്നിവർ പങ്കെടുത്തു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്തിലെ കരിങ്ങോൾച്ചിറയിൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഉപ്പുവെള്ള ഭീഷണിക്ക് ശാശ്വത പരിഹാരമാകുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി അദാലത്തിൽ നൽകിയ പരാതിയിലാണ് പരിഹാരം. 2024 സെപ്റ്റംബറിൽ നടന്ന മന്ത്രി MB രാജേഷ് പങ്കെടുത്ത അദാലത്തിൽ കരിങ്ങോൾച്ചിറയിൽ സ്ഥിരം ഷട്ടർ സംവിധാനം നിർമ്മിച്ച് ഉപ്പുവെള്ളം പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കരിങ്ങോൾച്ചിറയിൽ സ്ഥിരം ഷട്ടർ സംവിധാനം നിർമ്മിച്ച് ഉപ്പുവെള്ള പ്രശ്നത്തിനുൾപ്പെടെ ശാശ്വത പരിഹാരം കാണുന്നതിന് ജില്ലാ പഞ്ചായത്തിനെ ചുമതലപ്പെടുത്തി. തുടർന്ന് തൃശൂർ ജില്ലാ പഞ്ചായത്ത്, വേളൂക്കര, പുത്തഞ്ചിറ, മാള ഗ്രാമപഞ്ചായത്തുകൾ, വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത്, മാള ബ്ലോക്ക് പഞ്ചായത്ത്, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്നിവരുടെ സംയുക്ത യോഗം ചേർന്ന് പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലാ പഞ്ചായത്ത് 25 ലക്ഷം, വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് 10 ലക്ഷം, മാള ബ്ലോക്ക് പഞ്ചായത്ത് 15 ലക്ഷം, പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് 25 ലക്ഷം, വേളൂക്കര പഞ്ചായത്ത് 25 ലക്ഷം, മാള ഗ്രാമപഞ്ചായത്ത് 25 ലക്ഷം രൂപ ഉൾപ്പെടെ 1,25,00,000 രൂപ ചെലവഴിച്ച് സ്ഥിരം ഷട്ടർ സംവിധാനം നടപ്പിലാക്കും. പദ്ധതിയുടെ DPR തയ്യാറാക്കുന്നതിനായി തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. കാലങ്ങളായി കരിങ്ങോൾച്ചിറ മുതൽ വൈക്കലിച്ചിറ വരെയുള്ള പ്രദേശത്ത് കൃഷിക്കും കുടിവെള്ളത്തിനുമുള്ള പ്രതിസന്ധി പരിഹരിക്കാനും ഉപ്പുവെള്ള ഭീഷണിക്ക് ശാശ്വത പരിഹാരം കണ്ടെത്താൻ ഈ പദ്ധതി പൂർത്തീകരണത്തിലൂടെ കഴിയുമെന്ന് പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി പറഞ്ഞു. പുത്തഞ്ചിറ, മാള, വേളൂക്കര ഗ്രാമപഞ്ചായത്തുകളും കർഷകരും പതിറ്റാണ്ടുകളായി നേരിട്ടുകൊണ്ടിരുന്ന വലിയ പ്രതിസന്ധി മറികടക്കാനും കർഷകർക്ക് ആശ്വാസകരമായി കൃഷി ഇറക്കാനും പ്രദേശവാസികളുടെ കുടിവെള്ള പ്രശ്നത്തിനും ഈ പദ്ധതി പൂർത്തീകരണത്തിലൂടെ ശാശ്വത പരിഹാരം കണ്ടെത്താൻ കഴിയും. മീഡിയ ടൈം, മാള. മോഷ്ടിച്ച സൈക്കിളുമായി കുടുംബക്ഷേത്രത്തിൽ മോഷണം നടത്താൻ ശ്രമിച്ചയാൾ റിമാൻഡിൽ. പേരാമ്പ്ര ഉറുമ്പൻകുന്ന് സ്വദേശി 26 വയസ്സുള്ള ബിബിൻ എന്നയാളെയാണ് ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ പോട്ട കുടുംബക്ഷേത്രത്തിൽ കയറി മോഷണം നടത്താൻ ശ്രമിച്ച സംഭവത്തിലാണ് അറസ്റ്റ് ചെയ്തത്. പോട്ട സ്വദേശിയായ തേശ്ശേരി വീട്ടിൽ കൃഷ്ണൻകുട്ടി കഴിഞ്ഞ ദിവസം പുലർച്ചെ വിളക്ക് വയ്ക്കുന്നതിനായി ക്ഷേത്രത്തിലെത്തിയപ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്നയാളെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചെങ്കിലും സൈക്കിളിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും സൈക്കിളിൽ പിടിച്ച് വലിച്ചതിനെ തുടർന്ന് സൈക്കിൾ ഉപേക്ഷിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുകയുമായിരുന്നു. തുടർന്ന് കൃഷ്ണൻകുട്ടി വീട്ടിൽ പോയി മക്കളെ കൂട്ടി ക്ഷേത്രത്തിലെത്തി.
സമീപത്തെ CCTV ദൃശ്യങ്ങളിൽ നിന്നും ക്ഷേത്രത്തിൽ മുമ്പ് മോഷ്ടിക്കാനായി കയറിയ ബിബിനാണ് അമ്പലത്തിൽ കയറിയതെന്ന് അറിയുകയും ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയുമായിരുന്നു. ബിബിൻ ക്ഷേത്രത്തിൽ ഉപേക്ഷിച്ച സൈക്കിൾ പോട്ട സ്വദേശിയായ മുണ്ടക്കൽ വീട്ടിൽ നീതുവിന്റെ വീട്ടിൽ നിന്നും ഇന്നലെ രാത്രി മോഷ്ടിച്ചതാണ്. സംഭവത്തിൽ നീതുവിന്റെ പരാതിയിലും ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ചാലക്കുടി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ബിബിനാണ് സൈക്കിൾ മോഷ്ടിച്ചതും ക്ഷേത്രത്തിൽ കയറി മോഷ്ടിക്കാൻ ശ്രമിച്ചതെന്നും കണ്ടെത്തി. തുടർന്ന് ബിബിനെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ബിബിന് ചാലക്കുടി, കൊടകര, ആളൂർ പോലീസ് സ്റ്റേഷനുകളിലായി 17ഓളം മോഷണ കേസുകളുണ്ട്. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ ഋഷി പ്രസാദ്, ജെനിൽ, ജെയ്സൺ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ബൈജു, ആൻസൺ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മീഡിയ ടൈം, ചാലക്കുടി. അന്നമനട ഗ്രാമപഞ്ചായത്ത്, കസോക്കു കരാട്ടെ സ്കൂൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ റാലിയും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഫ്ലാഗ് ഓഫ് ചെയ്തുകൊണ്ട് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഇന്നത്തെ സമൂഹം ആവശ്യപ്പെടുന്ന, സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ അമിതമായ ഉപയോഗത്തിനും വർധനവിനുമെതിരെ കസോക്കു കരാട്ടെ സ്കൂളും അന്നമനട ഗ്രാമപഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ഗ്രാമം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ലഹരി വിരുദ്ധ റാലിയും അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രദർശനവുമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സ്വാഗത പ്രസംഗത്തിലൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ യുവസമൂഹവും വിദ്യാർത്ഥി സമൂഹവും ലഹരിയുടെ പിന്നിലേക്ക് പോകുമ്പോൾ അത് കഞ്ചാവിൻ്റെയും സിന്തറ്റിക് ലഹരികളുടെയും രൂപത്തിൽ അതിനെ പുറകെ പോകുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹം ഇന്ന് കഴിഞ്ഞ അധ്യയന വർഷത്തെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കണക്ക് പ്രകാരം 1500-ലധികം വരുന്ന സ്കൂളുകളിലേക്ക് ലഹരി മാഫിയ അവരുടെ ചങ്ങല വിരിച്ചുകൊണ്ട്, വല വിരിച്ചുകൊണ്ട് യുവാക്കളെയും വിദ്യാർത്ഥികളെയും അടിമപ്പെടുത്തുന്ന രീതിയിലേക്ക്. കസോക്കി കരാട്ടേക്കായി ഡയറക്ടർ സെൻസായ് PT ബെന്നി, പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം കമ്മിറ്റി ചെയർമാൻ TK സതീശൻ, പഞ്ചായത്ത് അംഗം ജോബിൻ ശിവൻ, കരാട്ടെ അക്കാദമി പ്രസിഡന്റ് അഖിൽ നാസിം, സെക്രട്ടറി ആൻജോ K. ജോൺ എന്നിവർ സംസാരിച്ചു. CPIM വേളൂക്കര വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടവരമ്പ് സ്കൂളിന് സമീപം റോഡ് ശുചീകരിച്ചു. CPIM ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റി അംഗം TS സജീവൻ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AT ശശി അധ്യക്ഷത വഹിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗം സുമിത് PS, MA അനിൽകുമാർ, വിജയലക്ഷ്മി വിനയചന്ദ്രൻ, PN ലക്ഷ്മണൻ, CG ശിശിർ, KK ഗോപി എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തിന് സമാപനം. ക്ഷേത്രാങ്കണത്തിൽ പട്ടാര്യ സമുദായക്കാർ വെന്നിക്കൊടി നാട്ടി കുമ്പളങ്ങ ബലിയർപ്പിച്ചു. കർഷകർക്കും പ്രദേശവാസികൾക്കും ആശ്വാസം. പുത്തഞ്ചിറ കരിങ്ങോൾ ചിറയിൽ സ്ഥിരം ഷട്ടർ സംവിധാനം യാഥാർത്ഥ്യത്തിലേക്ക്. 1,25,00,000 രൂപ പദ്ധതിക്കായി വകയിരുത്തി. മോഷ്ടിച്ച സൈക്കിളുമായി ക്ഷേത്രത്തിൽ മോഷണം നടത്താൻ ശ്രമിച്ചയാൾ റിമാൻഡിൽ. പേരാമ്പ്ര ഉറുമ്പൻകുന്ന് സ്വദേശി ബിബിനെയാണ് ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.